ഇത് ഈ ഇവല്യൂഷന്റെ ഏറ്റവും വലിയ മനുഷ്യന്റെ ഒരു ഉദാഹരണം ഞാൻ പലപ്പോഴും പറയും. നിങ്ങള് നമ്മുടെ ലെയറിങ്സ് എന്ന് പറയുന്ന ഒരു സോനപേടകമുണ്ട്. നമ്മുടെ ഈ വേഗസ് നാഡിയുടെ ഒരു താഴെയുള്ളത് റിക്കറന്റ് വേഗസ്, റിക്കറന്റ് ലാറിഞ്ചിയൽ നെർവ് എന്ന് പറയും. ഇത് നിങ്ങളിവിടെ കാണുന്നുണ്ടോ? കാണാൻ വ്യക്തമായിട്ട് നോക്കാം. ഇതാണ് വേഗസ് നാഡി. ഇതിന്റെ ഒരു സുപ്പീരിയർ നെർവ് ഉണ്ട്. അത് നമ്മുടെ ഇതാണ് ലാറിങ്സ്, സ്നോനപേടകം. ഇതിനകത്തുള്ള വോക്കൽ കോഡ്സ് ഈ സെറ്റൊക്കെ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കണ്ട ഇതിന്റെ നിയന്ത്രണം. ഇതൊരു നെർവാണ്. നെർവ് എന്ന് പറഞ്ഞാൽ സെൻസറി മോട്ടോർ ഇമ്പൾസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധനമാണ് നെർവ് എന്ന് പറയുന്നത്. ഈ നെർവില് ഒരെണ്ണം വന്നിട്ട് ഇവിടെ വരുമ്പോ ഇത് കണ്ടോ, ഇതാണ് ലാറിഞ്ചിയൽ നെർവ് എന്ന് പറയുന്നത്. റിക്കറന്റ്. ഇത് വന്നിട്ട് ഈ അയോർട്ട, നമ്മുടെ ഹൃദയത്തെ ഒന്ന് ചുറ്റി പ്രദക്ഷിണം വെച്ചിട്ട് നേരെ തിരിച്ച് ഇങ്ങോട്ട് വരും. കണ്ടോ, ഇവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് രണ്ട് സ്ഥാനത്താണ് പോട്ടെ. പക്ഷെ ഈ ലാറിങ്സിലേക്ക് വരണം. ഇതാണ്ട് ഇത് ഇങ്ങോട്ട് വന്നാൽ മതി, ഇങ്ങനെ ഇങ്ങോട്ട് കയറിയാൽ മതി യഥാർത്ഥത്തിൽ. പക്ഷെ അതിന് വരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഇതിനെ ചുറ്റി ഇങ്ങനെ കയറി പോയിട്ട് തിരിച്ച് ഇവിടെ വരിക. എന്താ സൂചിപ്പിക്കുന്നത്? ഡിസൈനർ, പണിക്കാരൻ, എഞ്ചിനീയർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പണി ചെയ്യുമോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ മതി, അതിന് പകരം ഇവിടെ വന്നിട്ട് ചുറ്റി വീണ്ടും തിരിച്ചു വരിക. റിക്കറിങ് ലാറിഞ്ചിയൽ നെർവ് മനുഷ്യനിലുണ്ട്. മനുഷ്യനിലുള്ളത് അത്ര വലിയ പ്രശ്നമല്ല. എന്നാൽ ഈ ജീവികളിൽ നോക്കുക, മനുഷ്യനിൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് തിരിച്ചു വന്ന് ഇങ്ങോട്ട് വരും. ജിറാഫിലാണെങ്കിൽ നോക്കൂ, ജിറാഫിൽ നിന്ന് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വന്ന് കറങ്ങിയിട്ട് വീണ്ടും ഇത്രയും സഞ്ചരിക്കണം. ഡൈനസോറിലാണെങ്കിൽ നോക്കട്ടെ, ഉണ്ടണ്ട, ഇതിന്റെ ആവശ്യമുണ്ട്. ഇവിടെയല്ലേ ഇരിക്കുന്നത്, ലാറിങ്സ് ഇവിടെയല്ലേ ഇരിക്കുന്നത്. നേരിട്ട് കൊടുക്കേണ്ട ഒരു സാധനം, ഒരു ഡിസൈനർ, ഒരു നിയാമക ശക്തി ഇങ്ങനെ ചെയ്തു വെക്കൂ. ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇതെന്താ സംഭവം അറിയോ? മീൻ, മത്സ്യം. ഈ മത്സ്യത്തിന് ഗിൽസ് ആണുള്ളത്. ഗിൽസ്, ചെകിള. മനസ്സിലായില്ലേ? ഈ ചെകിളയും ഹൃദയം എല്ലാം കൂടെ അതിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ അതിന് ലെയറിങ്സ് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും അവിടെ ഇതിന്റെ ഒരു പ്രാകൃത രൂപം പോലെ ഉണ്ടെങ്കിലും എല്ലാം കൂടി ഇവിടെ തന്നെ ഇരിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ അറിയോ? ഹൃദയം നമ്മുടെ ഇവിടെ ഹൃദയം ഇത്രയും വ്യത്യാസമുണ്ട്. നമുക്കിവിടെ കഴുത്തെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതെല്ലാം കൂടി ഇവിടെ ഇരിക്കുന്ന അവസ്ഥ നാലോചിച്ച് മീനാവും. ദ ഫിഷ് ഇൻ യു, നിങ്ങളുടെ മത്സ്യം. നമ്മൾ മത്സ്യങ്ങളായിരുന്നു. അപ്പം ഈ ഹാർട്ടും ശ്വാസകോശമൊക്കെ താഴോട്ട് ഇറങ്ങിയപ്പോഴെന്തോ പ്രശ്നം എന്നറിയാമോ? അന്ന് മീനകത്തിരുന്ന അതേ രീതിയിൽ വളരുകയാണ് യവൻ ഇതിനെ തേടി. അന്ന് ഹാർട്ടിനടുത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ മത്സ്യത്തിൽ ശരിക്കും മത്സ്യത്തിന് കഴുത്തില്ലാത്ത ജീവി, കഴുത്തിലെസ് ക്രീച്ചർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ കഴുത്തുള്ള ജീവികൾ ഇങ്ങോട്ട് ടിക്ടാലിക് എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് പ്രോസീജിയർ. അതിന് ലാറിങ്സ് ഇല്ല. പക്ഷെ അതിന് ശരിക്കും ഈ ലാറിഞ്ചിയൽ നെർവ് താഴോട്ട് ഇറങ്ങി വരുന്ന കാര്യം, ഈ ഹാർട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇത് ഇങ്ങോട്ട് താഴോട്ട് ഇതിനെ ഫോളോ ചെയ്യുക. എടാ നിനക്ക് ഇവിടെ എവിടെ പോകണ്ടേ? അല്ല, ഇതിനടുത്തായിരുന്നു ഞാൻ ഇരുന്ന്, അവന്റെ പുറകെ അങ്ങ് പോവാ. നമ്മൾ ചില വണ്ടിയുടെ പുറകെ പിടിച്ച് ഇങ്ങനെ പോകത്തില്ലേ? അവന് ചിലപ്പോൾ പോകേണ്ടത് വേറെ ഇവിടെ കൂത്തുപറമ്പിലേക്കായിരിക്കും. നമുക്ക് പോകേണ്ടത് അപ്പുറത്ത് മമ്പറത്തെ എന്തോ കുറെ സ്ഥലങ്ങളൊക്കെ പറയുന്നത് അങ്ങോട്ടായിരിക്കും. നമ്മൾ നോക്കണം, അവനെ പുറത്ത് നോക്കൽ, അവനെ അല്ല നോക്കേണ്ടത്. നമ്മുടെ വഴി നമ്മൾ GPS ഇട്ട് പോകണം. ഇത് GPS ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചാണ്. അതുകൊണ്ടാണ് കണ്ടോട്ടോ ഈ ഒരു സാധനം ഈ വേഗസ് നാഡിയിൽ നിന്ന് ലാറിങ്സിലേക്ക് സന്ദേശങ്ങളും ഇൻഫർമേഷനും നിർദ്ദേശങ്ങളും കൊടുക്കേണ്ട ഒരു സാധനമാണിത്. അതിനവൻ പോക്കണ്ടോ? അവൻ താഴോട്ട് ഇറങ്ങി ഇതാ വരുന്നത് കഴുത്തിലൂടെ ഇറങ്ങി വന്ന് ഹൃദയത്തിൽ വന്ന് ഹൃദയത്തെ ഒന്ന് ചുറ്റി നമസ്കാരം പറഞ്ഞിട്ട് വീണ്ടും മേളിലോട്ട് വന്ന് ഇതാണ് ലാറിഞ്ചിയൽ നെർവിന്റെ കഥ. ജിറാഫിലൊക്കെ ആണെങ്കിൽ 4 മീറ്ററാണ് എക്സ്ട്രാ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവൻ കൃത്യമായി നിങ്ങൾക്കത് തന്നിട്ടില്ലേ, നിന്റെ കണ്ണിന് ശേഷി തന്നിട്ടില്ലേ, ആ അവയവം ഇങ്ങനെ തന്നിട്ടില്ലേ എന്നൊക്കെ പറയുന്ന മനോഹരന്മാരോട് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്.